ഒന്നുകൂടി വിശദമായി പറഞ്ഞാൽ, ഒരു ഭൂപ്രദേശത്തെ സ്വാഭാവികമായ ആവാസ വ്യവസ്ഥയെയോ വന്യജീവികളെയോ സസ്യജാലങ്ങളെയോ ചരിത്ര പ്രാധാന്യമുള്ള മനുഷ്യനിർമ്മിത സ്മാരകങ്ങൾ നിലനിൽക്കുന്ന പ്രദേശങ്ങളെയോ ഭരണകൂടത്തിൻ്റെ ചുമതലയിൽ സംരക്ഷിക്കുന്ന പ്രദേശമാണ് ദേശീയോദ്യാനം. അങ്ങനെയാകുമ്പോൾ ഈ സംരക്ഷിത പ്രദേശങ്ങൾ അല്ലെങ്കിൽ സംരക്ഷിത മേഖലകൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടി വരും. ഈ സംരക്ഷിത മേഖലകൾ 3 തരത്തിലുണ്ടെന്നാണ് പറയപ്പെടുന്നത്. സംരക്ഷിത വനങ്ങൾ, വന്യമൃഗ സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ എന്നിവയാണ് ഈ 3 തരത്തിൽപ്പെടുന്നത്. അപ്പോൾ ഈ സംരക്ഷിത വനങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത് എന്തിനെയായിരിക്കും? പൊതുജനങ്ങൾക്കൊന്നും പ്രവേശന അനുമതിയില്ലാതെ ഗവേഷണ ആവശ്യങ്ങൾക്ക് മാത്രമായി സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള സ്വാഭാവികമായ സംരക്ഷിത കേന്ദ്രങ്ങളാണ് ഇവ. അതായത് ദേശീയ ഉദ്യാനത്തിൽ പെടുന്നില്ലെന്നർത്ഥം. അപ്പോൾ പിന്നെ ഈ വന്യമൃഗ സങ്കേതങ്ങൾ എന്ന് പറയുന്നത് എന്തിനെയായിരിക്കും? വന്യമൃഗങ്ങളെയും പക്ഷികളെയും മറ്റ് ജീവികളെയും വനത്തിലെ മുഴുവൻ സസ്യങ്ങളെയുമടക്കം സംരക്ഷിക്കുന്നതാണ് സങ്കേതങ്ങൾ. ഇതിനേക്കാളൊക്കെ ഉന്നത തലത്തിലുള്ള വനപ്രദേശങ്ങളാണ് ദേശീയോദ്യാനങ്ങൾ. ഈ വന്യമൃഗ സങ്കേതങ്ങളിലും ദേശീയോദ്യാനങ്ങളിലുമുള്ള വനങ്ങളെ വീണ്ടും 3ആയി തരംതിരിച്ചിട്ടുണ്ടത്രേ. അതിലൊന്നാണ് കോർ പ്രദേശം. ഉൾക്കാടുകളിൽ വന്യജീവികളുടെ സ്വൈരജീവിതത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രദേശമാണ് കോർ പ്രദേശം. ശാസ്ത്രീയ പഠനങ്ങൾ അനുവദിച്ചിട്ടുള്ള ഈ പ്രദേശത്തേക്ക് നമ്മളെപ്പോലെയുള്ള സന്ദർശകരെ അനുവദിക്കുന്നതല്ല.